വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ പദ്ധതി തട്ടിപ്പാണെന്ന് പറയുന്നവർക്ക് മറുപടി കോന്നി സ്വദേശിയായ അശ്വിൻ പറയും. അശ്വിന് ദുബായിലേക്കുള്ള ജോബ് വിസയും ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടിക്കഴിഞ്ഞു. മൈഗ്രേഷൻ കോൺക്ലേവിന്റെ ഭാഗമായി തോമസ് ഐസക് മുന്നോട്ട് വെച്ച ആശയമായിരുന്നു വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ. ദൃശ്യങ്ങൾ കണ്ടല്ലോ. വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ പദ്ധതി വഴി തൊഴിൽ ലഭിച്ച അശ്വിനാണ് തോമസ് ഐസക്കിന് സ്വീകരണം നൽകിയത്. അതായത് തിരുവല്ലയിൽ നടന്ന മൈഗ്രേഷൻ കോൺക്ലേവ് മുഖേനയാണ് അത്തരമൊരു ആശയം രൂപപ്പെടുന്നതും അതിൻ്റെ ഭാഗമാണ് വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ എന്ന പദ്ധതി വരുന്നത്. 50,000 പേർക്ക് തൊഴിൽ നൽകുന്നതാണ് തോമസ് ഐസക്ക് പറഞ്ഞത്. ഇത് കളിപ്പീരാണെന്നാണ് UDFും BJP ഒക്കെ പറഞ്ഞത്. ഇപ്പോൾ തന്നെ തൊഴിൽ ലഭിച്ചിരിക്കുവാണ്. അശ്വിൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അശ്വിനെ ആദ്യം തന്നെ വലിയ സന്തോഷമായിരിക്കില്ലേ? പിന്നെ നല്ല സന്തോഷമാണ്. ഇപ്പം നമ്മൾ പ്രതീക്ഷിച്ചില്ല പെട്ടെന്നൊരിതുണ്ടാകുന്നു. പുറമേ നിന്നെല്ലാ കളിയാക്കലും എല്ലാവരും ഇങ്ങനെ പൊതുവെ പറയുന്നുണ്ട്, ചിലപ്പോൾ കളിപ്പീരായിരിക്കും. എന്നാലും നമുക്കൊരു വിശ്വാസം, എങ്ങനെയും ഒരു കുടുംബം നേരെയാണ് ഒരു ജോലി, അതേപോലെ ഒരു വീഡിയോ വെക്കാന്ന് പറഞ്ഞൊരു സ്വപ്നം തന്നെ. അച്ഛനെ ടാപ്പിങ് അതിൽ തന്നെ കഷ്ടപ്പെടുന്നതിന് നമ്മൾ കണ്ടു വളർന്ന് അങ്ങനെ പോയാണ് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത്. ഇതേപോലെ എൻ്റെ കൂടെ പഠിക്കുന്നതിന് ഒരു ചേച്ചി ഇതേപോലെ അറിയിച്ചു. ചേച്ചി ഇവിടെ അടുത്തോടെ കാർത്തി എന്ന് പറയുന്നത്, പിന്നെ മോനിഷ് ചേച്ചി, ഇവരൊക്കെയാണ് സപ്പോർട്ട്. ഇവരാ എന്നെ ഇങ്ങനെ പറഞ്ഞു വന്ന് ഇങ്ങനെ പോയത്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ എൻ്റെ ചേട്ടനും വന്നായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ തന്നെ അവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ വെച്ചാൽ നമുക്കെന്നാൽ നോക്കണ്ട, എന്നാൽ പോയിട്ടൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം, ആ ഒരു ഇതായിരുന്നു. കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവിടെ ചെന്നപ്പോൾ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, കിച്ചു ശ്യാം, എൻ്റെ കൂടെ IT പഠിച്ചതാണ്. അവനും ഞങ്ങൾ ഒരുമിച്ച്, ഞങ്ങൾ വലിയ പ്രതീക്ഷ, എന്നാലും നമുക്ക് സാറ് ഇങ്ങനെ നടത്തുന്നതിൽ പങ്കെടുക്കാൻ ഒരു എക്സ്പീരിയൻസ് കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം കഴിഞ്ഞൊരു ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു മെയിൽ വന്നു, അതായത് സെലക്ട് ആയെന്ന് പറഞ്ഞു. അതേപോലെ കൂട്ടുകാരനും മെയിൽ വന്നു. കൂട്ടുകാരൻ എൻ്റെ കൂടെ തന്നെ പഠിച്ച അവനും മെയിൽ വന്നു. വളരെയധികം സന്തോഷമായി. വീട്ടിൽ എന്ന് പറഞ്ഞാൽ തന്നെ അച്ഛനും അമ്മയ്ക്കും സന്തോഷം തന്നെ. അച്ഛനും അമ്മയും പറയാതെ തന്നെ അച്ഛൻ ജോലിക്ക് വന്ന ശേഷം ഞാൻ വീട്ടിൽ എന്ന് പറഞ്ഞാൽ തന്നെ അവരെ സന്തോഷം കൊണ്ട് നിൽക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും പെട്ടെന്ന്. എനിക്ക് 21 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഏജിൽ ഇപ്പോൾ ഒരു ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതേ ഇല്ല. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കിട്ടിയതിൽ. അച്ഛൻ്റെ ജോലിയിലെ വിശേഷങ്ങളിലേക്ക് തിരികെ വരാം. അമ്മേ, 2 പേർക്കാണ് ഇപ്പം വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ തോമസ് ഐസക്ക് വാക്കു പാലിച്ചിരിക്കുകയാണ്, ജോലി കിട്ടിയിരിക്കുന്നത്. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. ഇത്രയും പ്രായത്തിനകത്ത് എൻ്റെ മോനൊരു ജോലി കിട്ടിയത് എൻ്റെ സ്വപ്നമായിരുന്നു. അതിലെനിക്ക് ഏറ്റവും വലിയതായിട്ട് സന്തോഷിക്കുന്നു. ഭർത്താവും എൻ്റെ കുടുംബം എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അശ്വിനെ, എവിടെയാണ് ജോലി കിട്ടിയിരിക്കുന്നത്? എന്താണ് ജോലി ദുബായിലാണ്, ജബലരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ മിനർവ സ്പെഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. അവിടെ ടെക്നിക്കൽ വർക്ക്, അവിടെ അസിസ്റ്റൻ്റ് ആയിട്ട് ടെക്നിക്കൽ നമ്മൾ 1 ഇയർ ഒരു ട്രെയിനിങ് ഉണ്ട്. അതിനുശേഷമാണ് ജോലി. ഫസ്റ്റ് നമുക്ക് സാലറി തന്നെ അവരെല്ലാം നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല. ഇതിൽ സന്തോഷിക്കുന്നല്ല, ഈ വീടിൻ്റെ അവസ്ഥയും വീട്ടിലത്തെ നമ്മൾ വിചാരിച്ചൊരു ജോലിയിൽ ചിലവ് കൂടുതൽ, അല്ലെ പോകുന്നതിന് ചിലവായിരിക്കും. പക്ഷേ ഇതൊന്നും കൊണ്ടൊന്നും പേടിച്ചില്ല. കാരണം എല്ലാം ഫ്രീ ആണ്. എല്ലാം കമ്പനി തന്നെ നേരിട്ട് വിസ അയക്കുന്നു. ചിലവും എല്ലാം കമ്പനി തന്നെ, താമസവും ഫുഡും എല്ലാം. അതിലൊരു സന്തോഷമുണ്ട്, ഒരു ആശ്വാസമുണ്ട്. 2 പേർക്കും കിട്ടി. ചേട്ടനും കിട്ടി. ചേട്ടൻ്റെ പേര് അജയ് മോനെ. അപ്പോൾ ചേട്ടന് ഇപ്പോൾ ഒരു 3 മാസത്തിന് ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ അവർ അറിയിക്കാമെന്ന് പറഞ്ഞു. അത് കോഴിക്കോട്ട് വെച്ചാൽ വിസ കൈ കിട്ടിയിട്ടുണ്ടല്ലേ? വിസ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരാളാണോ പത്തനംതിട്ടയിൽ MP ആകേണ്ടത്? അതെ അതെ, ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ അതിന് പ്രാർത്ഥിക്കുന്നുണ്ട്. സാർ ജയിക്കണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പം നമുക്ക് മറ്റുള്ളവർ, എന്നെപ്പോലെ 100 ആൾക്കാരില്ല, അവർക്കും ജോലിക്ക് ഇതേപോലെ ബുദ്ധിമുട്ടും കാര്യങ്ങളുള്ള കുറേ വീട്ടുകാരുണ്ട്. ഇപ്പം നമ്മളെക്കാട്ടി ഇത് ഇവർക്കൊന്നും അറിയത്തില്ലായിരിക്കും പോലെ. എന്നാൽ ഇത് സമൂഹത്തിലേക്ക് എത്തിക്കണം. അതാണ് അശ്വിൻ പറയുന്നത്, കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കണം എന്നാണ്. ഈ തിരുവല്ലയിൽ നടന്ന ജനുവരി മാസം നടന്ന മൈഗ്രേഷൻ കോൺക്ലേവ്, ആഗോള പ്രവാസി മലയാളി സംഗമത്തിൽ, അത്തരമൊരു സംഗമത്തെ തുടർന്നാണ് ഇത്തരം ഒരു ആശയം രൂപപ്പെടുന്നത്. ഉറപ്പാണ് തൊഴിൽ, വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ എന്ന പദ്ധതി വരുന്നത്. അതുവഴി 50,000 പേർക്ക് തൊഴിൽ കൊടുക്കുമെന്നാണ് തോമസ് ഐസക്ക് പറഞ്ഞത്. എന്നാൽ ഇത് വ്യാജമാണെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ് തലമുണ്ടനം ചെയ്ത് സമരം നടത്തി. എന്നാൽ അശ്വിനെ പോലെ ഇപ്പോൾ നിരവധി ചെറുപ്പക്കാർക്കാണ് വിദേശത്ത് തൊഴിൽ ലഭിച്ചത്. വിദേശത്ത് മാത്രമല്ല, സ്വദേശത്തും തൊഴിൽ ലഭിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. അശ്വിനെ പോലെ 100 കണക്കിന് കുടുംബങ്ങളിൽ സന്തോഷത്തിൻ്റെ പൂക്കൾ വിരിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കൈരളി ന്യൂസും അശ്വിൻ്റെ സന്തോഷത്തിനൊപ്പം പങ്കുചേരുകയാണ്. കോന്നി പുളിമുക്കിൽ നിന്ന് കൈരളി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജു ടി ബാബു.